കാര്യമാണ്. അപ്പോൾ ഒരു വിശ്വാസി ആകാത്തതും അരുതാത്തതും ഒന്നും പറയുവാനും ചിന്തിക്കുവാനും പോലും പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നില്ല. ആകാത്തതോ അരുതാത്തതോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായ ചിന്തകൾ പോലും പരിശുദ്ധാത്മാവ് തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങൾ, അങ്ങനെയുള്ളതായ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയിൽ തീരും. അതുകൊണ്ട് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ തന്നെ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ തന്നെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആത്മീയ നിറവിൻ്റെ അനുഭവമാണ്. ആത്മീയ നിറവിൻ്റെ അനുഭവത്തിലാണ് നമുക്ക് ആ പക്വതയിലെത്തുവാൻ കഴിയുന്നത്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വിടുവിക്കപ്പെടുവാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് ബന്ധിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ചിന്ത വരുമ്പോൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മളത് ചിന്തിച്ചതാണ്, നമ്മുടെ ജഡവും നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും, ഈ 3 കാര്യങ്ങൾ റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ പ്രാണനിൽ, നമ്മുടെ സോളിൽ വരുന്നതായ ചിന്തകൾ അത് ജഡത്തിൻ്റേതാണോ ആത്മാവിൻ്റേതാണോ എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിന് നിയന്ത്രിക്കത്തക്കോണം നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും എല്ലാം പരിശുദ്ധാത്മാവിനെ നിയന്ത്രിതമാകുവാൻ കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതായ കാര്യം, ഒരു ദൈവ പൈതലിൽ നിന്ന് ആകാത്തതായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല, ആകാത്തതായ വാക്കുകൾ പാടില്ല, ആകാത്തതായ കേൾവി പാടില്ല, ആകാത്തതായ നോട്ടം പാടില്ല. ഇത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിനെ മറികടന്ന്, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടേതായ ജീവിതത്തിൽ ആകാത്ത വാക്കുകളും സംസാരങ്ങളൊക്കെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, നമ്മിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാനിടയിൽ തീരും. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സൈലൻ്റ് ആകുവാനിടയിൽ തീരും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെതായ നിറവ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാനിടയിൽ തീരും. പരിശുദ്ധാത്മാവിൻ്റെതായ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടാതെ വരും. അങ്ങനെയാകുമ്പോൾ ആ അവസരത്തിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പാടുവാൻ കഴിയും, പ്രാർത്ഥിപ്പാൻ കഴിയും, നമുക്ക് അന്യഭാഷ പറയാൻ കഴിയും, ഇതെല്ലാം കഴിയും. പക്ഷേ ആത്മാവിൻ്റെതായ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കത്തില്ല, പകരം നമ്മുടെ സ്വയത്തിലായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് അങ്ങനെയുള്ളതായ ഒരു അനുഭവമാണ് ആത്മമണ്ഡലത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് വചനം പഠിക്കുമ്പോൾ, ഒരു വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളതായ ഒരു വ്യക്തി തൻ്റെ വാക്കുകളും തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരിക്കും. തൻ്റെ വാക്കുകളും കേൾവിയും നോട്ടവും എല്ലാം പരിശുദ്ധാത്മാവിന് ഹിതമാണോ എന്ന് പരിശോധിച്ചിട്ടും വേണം എന്ത് ചെയ്യാൻ? നമ്മൾ സംസാരിക്കുവാൻ. നമ്മുടെ ചിന്തകളെ പോലും ദൂരവേ ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പല ആവർത്തി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. നെബൂഖദ്നേസറിൻ്റെ കാര്യം, ബൽശസ്സറിൻ്റെ കാര്യവും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. നെബൂഖദ്നേസർ വാക്കുകൾ പറഞ്ഞു, എൻ്റെ പ്രതാപ മഹത്വത്താൽ പണിതായ മഹതിയാം ബാബിലോൺ അല്ലയോ. പക്ഷേ മകൻ എന്ത് ചെയ്തു? ചിന്തിച്ചതേ ഉള്ളൂ. ചിന്തിച്ചപ്പോൾ തന്നെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവരുടെ തീർന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ, ചിന്തകളെ പോലും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ശോധന ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. ദൈവത്തെ ആരാധിപ്പാനാക്കിയിരുന്നതായ പ്രധാനപ്പെട്ട ദൂതനും അത് തന്നെയാണ് ചെയ്തത്. ഞാൻ അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും. ചിന്തിച്ചതേ ഉള്ളൂ, ദൈവം ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനിടയിൽ തീർന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിരന്തരമായി വസിക്കുവാൻ നൽകിയതായ ആ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ വാക്കുകളോ ചിന്തകളോ വന്നാൽ പരിശുദ്ധാത്മാവ് ആ സന്ദർഭത്തിൽ ദുഃഖിക്കുവാനിടയിൽ തീരും. പക്ഷെ പരിശുദ്ധാത്മാവ് സഡനായിട്ട് ഒരു ആക്ഷനൊന്നും എടുക്കുകയില്ല, സഡനായിട്ടുള്ളതായ ഒരു കാര്യവും ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, ഇന്നാക്റ്റീവ് ആകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ സന്ദർഭത്തിലും വിശ്വാസിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രാർത്ഥിക്കുവാനും പാടുവാനും അന്യഭാഷ പറയാനെല്ലാം കഴിയും, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെതായ പൂർണ്ണമായ സന്തോഷം പ്രാപിപ്പാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ സന്തോഷവും നിറവും പ്രാപിപ്പാൻ നമ്മളെ തന്നെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ദേഹത്തെയും ആത്മാവിനെയും പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് തടസ്സമായിട്ട് ഏതെല്ലാം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നോ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെ കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിച്ച് അതിനെ എലിമിനേറ്റ് ചെയ്യുക, അതിനെ നിഷ്കാസനം ചെയ്യുക, പുറത്താക്കുക. അതാണ് ഒരു ദൈവപൈതൽ ദൈവസ്ഥനിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്നതായ കാര്യം. ശുദ്ധീകരണത്തിൻ്റെതായ അനുഭവം എന്ന് പറയുന്നത് അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ലോകത്തിലുള്ളത് കൂട്ടുന്നതിന് വേണ്ടിയല്ല
പ്രധാനമായി നാം പ്രാർത്ഥിക്കേണ്ടത്, പകരം നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ശുദ്ധമാകുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് നമ്മിൽ പൂർണ്ണമായി സന്തോഷിക്കുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്നതായ ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു, ആത്മീയ പക്വത പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടാകണം. അതിന് യാക്കോബ് നമുക്ക് തരുന്നതായ ഉപദേശം തൻ്റേതായ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, പരീക്ഷാ ഘട്ടത്തിൽ നമുക്ക് സഹിഷ്ണുതയുള്ളതാകണം. ടോളറൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമുക്ക് സഹിഷ്ണുത ഉണ്ടാകണമെങ്കിൽ ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടാകണം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരണമെങ്കിൽ ആത്മനിറവിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ഇനിയും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരിക്കലും ഒരു പ്രശ്നക്കാരനല്ല, പകരം ഹീ ബിക്കെയിം ദ പീസ് മേക്കർ. അദ്ദേഹം ഒരു സമാധാനമുണ്ടാക്കുന്ന വ്യക്തിയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു വ്യക്തിയല്ല ഒരു ദൈവപൈതൽ. പകരം പ്രതിസന്ധിയും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുമ്പോൾ, അതിന് നമ്മളുടേതായ പാർട്ടെന്ന് പറയുന്നത് അവിടെ ദൈവിക സമാധാനം സ്ഥാപിക്കുവാൻ തക്കവണ്ണം സമാധാനത്തിൻ്റെ വാക്കുകൾ, സമാധാനത്തിൻ്റെ പ്രവൃത്തി, സമാധാനമുണ്ടാകത്തക്കവണ്ണമുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നതായ ഒരു വ്യക്തിയായിരിക്കും ആത്മപക്വത പ്രാപിച്ചതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്പിരിച്വൽ മച്യൂരിറ്റി പ്രാപിച്ചതായ, ആത്മനിറവ് പ്രാപിച്ചതായ ഒരു വ്യക്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും പറയുന്നത്, കഷ്ടതയുടെ നടുവിലും അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സന്തോഷിക്കുവാനിടയിൽ തീരും. എത്രയെല്ലാം കഷ്ടങ്ങൾ വന്നാലും, ജീവിതത്തിൽ തീച്ചൂള 4 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതിൻ്റെ നടുവിലും ഇറങ്ങി വരുന്നതായ ഒരു ദൈവത്തെ ദർശനത്തിൽ കൂടെ, ജീവിതത്തിൽ അനുഭവത്തിൽ കൂടെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായിരിക്കും ആരെന്ന് പറയുന്നത് ക്രിസ്തീയ പക്വത പ്രാപിച്ചതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ചതായ ഒരു വ്യക്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ആത്മനിറവ് നമ്മളെ ക്രിസ്തീയ പക്വതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആത്മനിറവിന് മാത്രമേ നമ്മുടെ കഷ്ടതയിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കുക, ആത്മനിറവിന് മാത്രമേ നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. കഷ്ടത വരുമ്പോൾ, നമ്മൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മൾക്ക് അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങൾ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് അനുകൂലമായിരിക്കത്തില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി തീരുവാനല്ല, പ്രതികൂലങ്ങൾ നിറഞ്ഞതായ മണ്ഡലത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ സ്തെഫാനോസിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തന്നെ കല്ലെറിയുന്നതായ അവസരം, തനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായ അവസരം. ഈ സന്ദർഭത്തിൽ സ്തെഫാനോസ് ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് നോക്കുകയോ പഴി പറയുകയോ താൻ സേവിച്ചതായ കർത്താവിനെ തള്ളിപ്പറയുകയോ ഒന്നുമല്ല ചെയ്തത്. പകരം സ്വർഗത്തിലേക്ക് നോക്കുവാനിടയിൽ തീർന്നു. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് തൻ്റെതായ അവസ്ഥകളെ മനസ്സിലാക്കുന്ന ദൈവം തനിക്ക് ധൈര്യം നൽകുവാനിടയിൽ തീർന്നു, തനിക്ക് ബലം നൽകുവാനിടയിൽ തീർന്നു, കോൺഫിഡൻസ്, ബോൾഡ്നെസ് ഇതെല്ലാം നൽകുവാനിടയിൽ തീർന്നു. അവിടെ തൻ്റെ മുഖം ശോഭിക്കുവാനിടയിൽ തീർന്നു. താൻ പ്രതികൂലങ്ങളെ അല്ല കണ്ടത്. പലപ്പോഴും നമ്മൾ പ്രതികൂലങ്ങളെ കാണുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വൈതരണികൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മളുടെ പ്രശ്നത്തെക്കാൾ അധികമായിട്ട് നമ്മൾ ദൈവത്തെ കാണുന്നവരാകുമ്പോൾ നമുക്ക് ജയിക്കുവാൻ കഴിയും. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം, ദാവീദ് ഗോലിയാത്തുമായിട്ട് യുദ്ധത്തിന് കടന്നു ചെല്ലുമ്പോൾ ആ ഗോലിയാത്തിൻ്റെ വലിപ്പമല്ല ദാവീദ് നോക്കിയത്, പകരം തൻ്റെ മേൽ അഭിഷേകം പറഞ്ഞ ഒരു ദൈവമുണ്ട്, തന്നെ രക്ഷിച്ചതായ ഒരു ദൈവമുണ്ട്, തന്നെ വേർതിരിച്ചതായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെങ്കിലേക്ക് നോക്കിയാണ് ആ പ്രതിസന്ധിയെ നേരിടുവാനായിട്ട് തീർന്നത്. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. ഒരു പക്ഷെങ്കിൽ നമുക്ക് മുമ്പിൽ അത് വലുതായി നിന്നേക്കാം. സെരുബാബേലിന് മുമ്പിലുള്ളതായ മഹാപർവ്വതമേ, നീ ആര്? ഇത് ചോദിക്കുവാൻ എന്താ സെരുബാബേലിനെ ബലപ്പെടുത്തിയതെന്ന് അറിയാമോ? തന്നിലുള്ളതായ ആത്മാവിൻ്റെ ശക്തി. എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, ആ ആത്മാവിൻ്റെ ശക്തിയെ താൻ എന്ത് ചെയ്യും? പുതുക്കുവാനിടയെത്തിയിരുന്നു. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധിയെ നോക്കി ഭയപ്പെടുന്നവരായി തീരുവാനല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്തതായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായ അവസരത്തിൽ, വേദനകൾ നേരിടുന്ന അവസരത്തിൽ, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒറ്റിക്കൊടുക്കുമ്പോൾ, ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളെല്ലാം നമ്മൾ പതറിപ്പോകുവാനിടയെത്തീരും, നമ്മൾ ക്ഷീണിച്ചു പോകാനിടയെത്തീരും, നമ്മൾ തളർന്നു പോകാനിടയെത്തീരും. ഈ അവസരത്തിൽ പ്രതികൂലങ്ങളെ സറൗണ്ടിങ് നോക്കുകയല്ല. പത്രോസിൻ്റെ ജീവിതത്തിൽ അതാ വന്നത്. പത്രോസ് യേശുവിനെ പടകിൽ നിന്നിറങ്ങി കടലിൽ കൂടെ എന്ത് ചെയ്തു? നടന്ന സന്ദർഭത്തിൽ യേശു കൈ നീട്ടുക പത്രോസിനെ പിടിക്കാൻ.
പക്ഷേ പത്രോസ് യേശുവിൻ്റെ മുഖത്തു നിന്നുള്ളതായ ആ നോട്ടം ഒന്ന് മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? കാറ്റിനെയും കടലിനെയും ആ തിരമാലയൊക്കെ കണ്ടപ്പോൾ ഭയപ്പെടുവാനിടയെ തീർന്നു, താൻ മുങ്ങുവാനിടയെ തീർന്നു. കടലിൻ മീതെ നടക്കുവാൻ പത്രോസിനും കഴിഞ്ഞിരുന്നു. പക്ഷേ നോട്ടം മാറിയപ്പോൾ, പെർസ്പെക്റ്റീവ് മാറിയപ്പോൾ, വീക്ഷണകോൺ മാറിയപ്പോൾ താനും എന്ത് ചെയ്യുവാനിടയെ തീർന്നു? ഒരുപക്ഷെ നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ സ്റ്റെപ്പുകളിലൊക്കെ ഒരുപക്ഷെ നമ്മളും വെള്ളത്തിന്മീതെ നടന്നവരായിരിക്കാം. എന്നാൽ വീക്ഷണകോൺ മാറുമ്പോൾ, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുമ്പോൾ നമ്മൾ പലപ്പോഴും മുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അവസരത്തിനൊത്ത് ജീവിക്കുന്നവരായി തീരുവാനല്ല. പകരം ഏതവസരമായാലും, കഷ്ടതയാണേലും, സങ്കടമാണേലും, ബുദ്ധിമുട്ടാണേലും, സന്തോഷമാണേലും, ഏത് സന്ദർഭത്തിലും കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നറിയുമോ? ആത്മീയ ജീവിതത്തിൽ പക്വത പ്രാപിപ്പാനും ആത്മനിറവ് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒന്നാമത്തെ കാര്യം ആത്മനിറവ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാം ആത്മപക്വതയിലേക്ക് നയിക്കപ്പെടുവാനിടയിൽ തീരും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിശ്വാസം നമ്മൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമാകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആത്മീയ ശുശ്രൂഷകൾക്കെതിരെയും എന്തുണ്ടാകുമെന്നറിയാമോ? പ്രതികൂലങ്ങളുണ്ട്. നിങ്ങൾ വിചാരിച്ചേക്കാം ദൈവദാസന്മാർ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവർക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല എന്ന്. അങ്ങനെയല്ല. പ്രസംഗിക്കുന്ന ഞങ്ങൾക്കാണ് കേൾക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ എന്തുള്ളതെന്നറിയാമോ? പ്രതിസന്ധി ഉള്ളത്, പ്രയാസമുള്ളത്, പ്രശ്നമുള്ളത്. ഇപ്പം ഞാനൊരു കാര്യം വിശ്വാസത്തോടെ ഉറപ്പോടെ പ്രസംഗിക്കുമ്പോൾ അത് ഞാൻ ആ വിശ്വാസത്തിൽ പ്രസംഗിച്ചതായ പ്രസംഗ പദത്തിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ എൻ്റെ മനോഭാവം എന്തായിരിക്കും, എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയുവാൻ വേണ്ടി നിങ്ങളുടെ സന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിൽ നിന്ന് ഞാൻ മാറുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് അനുഭവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എനിക്കെതിരായിട്ട് എന്ത് വരുമെന്ന് കൂർത്തുമൂർത്തതായ ശരങ്ങൾ വരുവാനിടയിൽ തീരും. ഈ സന്ദർഭത്തിൽ ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നാണ്. അതൊരുപക്ഷെ ദൈവം അനുവദിച്ചിട്ട് തന്നെയാകാം. ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും, ഞാൻ എങ്ങനെ അതിനെ നേരിടും ദൈവം അറിയുവാൻ വേണ്ടി നമ്മളെ ശോധന ചെയ്യുക. ആ അവസരത്തിൽ നമ്മൾ താണുപോയാൽ, മുങ്ങിപ്പോയാൽ, ക്ഷീണിച്ചു പോയാൽ നമ്മൾ ആത്മീയ പക്വതയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ കഴിയത്തില്ല. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നതായ വ്യക്തികൾക്കും എന്തുണ്ടെന്നറിയാമോ? പ്രതിസന്ധി ഉണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസന്മാരെപ്പോഴും ഒരു 100% ആത്മീയ അനുഭവത്തിൽ തന്നെയാണ് എല്ലാ ദിവസവുമായിരിക്കുന്നത്. നോ, അങ്ങനെ ചിന്തിക്കരുത്, തെറ്റാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതായ ആളുകളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാമെന്നറിയാമോ? ആത്മീയ ക്ഷീണം സംഭവിക്കാം. ഇന്നൊരു പക്ഷേ ആത്മീയ ധൈര്യത്തോടെ, ശക്തിയോടെ, ബലത്തോടെ നമ്മൾ ശുശ്രൂഷിച്ചു. നാളെ ആ ശക്തിയും ബലവും ഒരുപക്ഷെ ഇന്നത്തെ പോലെ നാളെ ഉണ്ടാകണം എന്നില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, പാസ്റ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ സഹോദരൻ എന്താ അങ്ങനെ സംഭവിച്ചേ എന്നൊരു പക്ഷേ ചോദ്യം ചെയ്തേക്കാം. നോ, എല്ലാവർക്കും ഒരേ സ്റ്റഡിയായ ഒരു അനുഭവം ആത്മീയ നിലയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. അത് കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ആ ആശ്രയം വിടാതെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആത്മീയ പക്വത കീപ്പ് ചെയ്താൽ മാത്രം നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഏതെങ്കിലും അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലെവലേശമെങ്കിലും പരിശുദ്ധാത്മാവിന് ദുഃഖം വരുന്നതായ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്തതായ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇന്ന് ഒരുപക്ഷെ ജ്വലിച്ചു പ്രകാശിച്ചു, നാളെ ഈ ജ്വലനം ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, അതിന് കുറവ് സംഭവിക്കാം. കാരണം ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിലോ വചനധ്യാനത്തിലോ അല്ലെങ്കിൽ ഇടപാടുകളിലോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലോ വന്നതായ ഏതെങ്കിലും ചെറിയ പാളിച്ച മതി പരിശുദ്ധാത്മാവിൻ്റെ അപൂർണമായ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ നിറവും ഞങ്ങളിലും കുറയും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധാരണ വെച്ച് പോകരുത്. ആത്മീയ ശുശ്രൂഷ ചെയ്തവർക്ക് പരാജയങ്ങൾ ഉണ്ടാകത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ പോരായ്മകൾ ഉണ്ടാകത്തില്ലെന്നല്ല, ഉണ്ടാകും. എന്നാൽ അങ്ങനെയുള്ളവരെ നോക്കി ജീവിക്കുവാനല്ല, പകരം അവരവരെ തന്നെ. നമ്മൾ മറ്റൊരാളിനെ നോക്കി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പക്വത പ്രാപിപ്പാൻ കഴിയത്തില്ല, നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയത്തില്ല, വിജയിക്കുവാൻ കഴിയത്തില്ല. ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരെ നോക്കുക അല്ല, പകരം അവരവരെ തന്നെ നോക്കുക, ക്രിസ്തുവിനെ നോക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആത്മീയരായ ശുശ്രൂഷകന്മാരായ ഒരുപക്ഷെ 100% തെളിഞ്ഞു നിന്നതായ ആളുകളെ നമ്മൾ നോക്കുക. പിറ്റേ ദിവസം ഒരു ദിവസം അവരെ നോക്കിയപ്പോൾ അവർ 100% ജ്വലിച്ചു പ്രകാശിച്ചു.
അടുത്തൊരു ദിവസം നോക്കുമ്പോൾ, അടുത്ത ആഴ്ച നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസം, ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അത്രയും ശോഭ അവർക്കില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചായിട്ട് നമ്മൾ കാണും. അങ്ങനെ സംഭവിച്ചല്ലോ, അവർക്കും സംഭവിച്ചല്ലോ, അവരും അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയല്ല. നാം ചെയ്യേണ്ട കാര്യം, നാം നമ്മെ തന്നെ നോക്കുക. നാം മറ്റുള്ളവരെ നോക്കുകയല്ല, നാം നമ്മെ തന്നെ നോക്കുക. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ എൻ്റെ ബന്ധം കീപ്പ് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ട്? കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരു പടിയോടെ എനിക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിഞ്ഞോ? ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ആനന്ദിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ എൻ്റെ ദൈവം അതിൽ പൂർണ്ണമായി പ്രസാദിക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്ന വാക്കുകളിൽ പരിശുദ്ധാത്മാവിന് പ്രസാദമാണോ? എൻ്റെ ചിന്ത പരിശുദ്ധാത്മാവിന് പ്രസാദമാണോ? എൻ്റെ വചനധ്യാനം പരിശുദ്ധാത്മാവിന് പ്രസാദമാണോ? ഇത് നാം നമ്മെ തന്നെ പരിശോധിച്ച് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തീയ ജീവിതം നമ്മൾ സ്കൂളിലോ കോളേജിലോ എക്സാം എഴുതുന്നതിൻ്റെ കൂട്ട് അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുന്ന പോലെ എഴുതി ജയിക്കുന്നതല്ല. പകരം ജീവിതത്തിൽ അവരവർ തന്നെ തന്നെത്താൻ എഴുതി ജയിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ ക്വസ്റ്റ്യൻ തരട്ടെ, ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി ശരിയായാൽ ഞാൻ ശരിയായി എന്നുള്ള ചിന്തയല്ല. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? വേറൊരാൾ ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യൻ ഞാൻ നന്നായിട്ട് എഴുതി, അവരുടെ മുമ്പാകെ ഞാൻ 100% ശരിയായി, ഞാൻ ശരിയാണെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുകയല്ല. പകരം ഞാൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നു, പരിശുദ്ധാത്മാവ് 100% എന്നിൽ സന്തോഷിക്കുന്നുവോ, പരിശുദ്ധാത്മാവിന് എന്നിൽ പ്രവർത്തിപ്പാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് അവരവർ തന്നെ പരിശോധിച്ചു എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത്, ആത്മനിറവുള്ള വ്യക്തിക്ക് മാത്രമേ ആത്മീയ പക്വതയിലെത്തുവാൻ കഴിയത്തുള്ളൂ. ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ കഷ്ടതയിൽ നിലകൊള്ളുവാൻ കഴിയത്തുള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ആത്മീയ ശുശ്രൂഷയിൽ പരാജയങ്ങൾ സംഭവിക്കാം. എന്നാൽ ആത്മീയ ശുശ്രൂഷയിലും പരാജയം സംഭവിക്കാതെ നിലകൊള്ളണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ? നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരായി തീരണം എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും നമുക്ക് കാണാൻ കഴിയുന്നതായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രതികൂലങ്ങളുടെ മധ്യേ നാം താണുപോകാതെ നമ്മെ നിർത്തുന്നത് ആത്മനിറവാണ്. അത് ഞാൻ പറയുന്നവരുടെ തീർന്നു. അതുപോലെ തന്നെ ആത്മനിറവിൻ്റെ ഫലങ്ങൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആത്മനിറവിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതായ കാര്യം, നമുക്ക് ആത്മാവിൻ്റെ ആ ഒരു പൂർണ്ണ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടാകണം. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നുള്ളത്. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കണമെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസിയായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട്, ഏതെങ്കിലും സഭയുടെയോ സംഘടനയുടെയോ അംഗമായതുകൊണ്ട് ഒരിക്കലും ആത്മഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. ആർട്ടിഫിഷ്യലായിട്ട് ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ചിരിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും ഒക്കെ കഴിയും. അതൊക്കെ മനുഷ്യൻ കാണുന്നതാണ്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. പക്ഷേ യഹോവ എന്ത് ചെയ്യുന്ന പറഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഹൃദയങ്ങളുടെ നിരൂപണങ്ങളെയാണ് കർത്താവ് നോക്കുന്നത്. പുറമേ ഉള്ള ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. എൻ്റെ പുറമേയുള്ള വേഷവിധാനമൊന്നുമല്ല കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. പുറമേ ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളതായ മറ്റുള്ളവരുടെ റെപ്യൂട്ടേഷൻ അല്ല എനിക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് സ്വർഗം എന്നെക്കുറിച്ച് എന്തു പറയുന്നു. കർത്താവ് ഒരാളെക്കുറിച്ച് സാക്ഷി പറഞ്ഞു, ഇവൻ കപടമില്ലാത്തവൻ, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. നമ്മളെക്കുറിച്ചോ? വർഷങ്ങളായിട്ട് നമ്മൾ കർത്താവിനെ സേവിക്കുന്നു. നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്താ സാക്ഷ്യം പറയുന്നത് എന്ന് അവരവരോട് തന്നെ ചോദിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ സഹവിശ്വാസികൾ, ലോകം, ചുറ്റുപാട്, പ്രിയപ്പെട്ടവർ, ജോലി ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ സാക്ഷ്യമുണ്ടായിരിക്കാം, അംഗീകാരമുണ്ടായേക്കാം. എന്നാൽ ഓരോ ദിവസവും നാം പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ ദൈവം എന്നെക്കുറിച്ച് എന്ത് സാക്ഷി പറയുന്നു. നഥനയേലിനെ കുറിച്ച് കർത്താവ് സാക്ഷി പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു സാക്ഷ്യം? നമ്മൾ അതാണ് നോക്കേണ്ടത്. മനുഷ്യൻ്റെ റെപ്യൂട്ടേഷൻ അല്ല നമുക്ക് ആവശ്യം, അവരുടെ അംഗീകാരമല്ല നമുക്ക് ആവശ്യം. അത് വേണ്ടെന്നല്ല. നാം ദൈവസന്നിധിയിൽ
ശരിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ വരും. ഒരുപക്ഷെ നമുക്കെതിരായിട്ട് ആളുകൾ അസൂയ കൊണ്ട് അതും ഇതും പറഞ്ഞേക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ അതിനെ വലുതായി കാണേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായ ആ ജ്വലനത്തെ കെടുത്താൻ വേണ്ടി പിശാച് വ്യക്തികളെ ഉപയോഗിക്കുന്നതാണ് അസൂയയുടെ മണ്ഡലം. ആ അസൂയയുടെ മണ്ഡലത്തിൽ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പരത്തിയേക്കാം. ഡോണ്ട് വറി, അതിൽ നമ്മൾ തളർന്നു പോകരുത്. തെസ്സലോനിക്ക ലേഖനം 5-19 വാക്യത്തിൽ പറയുന്നു, ഫസ്റ്റ് തെസ്സലോനിക്ക ചാപ്റ്റർ 5 വേഴ്സ് 19, ആത്മാവിനെ കെടുക്കരുത്. എന്താണ് ആത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ, വചനത്തിൽ ഈ തീ ജ്വലിച്ചു പ്രകാശിക്കുന്നതാണ്. എന്നാൽ ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഒരു ചാക്ക് നനച്ചിട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? കെട്ടുപോകുന്നിടത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു. അത് ജ്വലിക്കുന്നതായ അനുഭവം നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപാടിലൊക്കെ ഉണ്ടാകുമ്പോൾ പിശാചിന് അത് ഇഷ്ടപ്പെടത്തില്ല. ഒരു വ്യക്തി ജ്വലിച്ചു പ്രകാശിക്കുന്നതായ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അത് പിശാചിന് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം, എങ്ങനെയെങ്കിലും ഇവനിലുള്ള ജ്വലനം കുറയ്ക്കണം, ഇവനിലുള്ളതായ ശക്തി കുറയ്ക്കണം, ഇവൻ ഇനി ജ്വലിച്ചു പ്രകാശിക്കരുത്, ജ്വലിച്ചു പ്രകാശിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് കൊള്ളാവുന്നതിനായി തീരും, എൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് പിശാച് മനസ്സിലാക്കി ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ? ചില വിത്തുകൾ ചില വ്യക്തികൾക്ക് കൊടുക്കും, അവരെ ഉപയോഗിക്കും, മറ്റ് എക്സിനെയോ വൈനെയോ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവരിൽ അസൂയ ഉണ്ടാകിയിട്ട് ഇവന്ത് ചെയ്യുക? പരദൂഷണം പരത്തുക, ഈ വ്യക്തിയെക്കുറിച്ച് പരദൂഷണം പറയുക, അനാവശ്യമായ അക്യൂസേഷൻ ഉണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ജ്വലിച്ച് പ്രകാശിച്ചതായ, ശുശ്രൂഷയിൽ തിളങ്ങിയുന്നതായ, അല്ലെങ്കിൽ ആത്മീയ നിയന്ത്രണത്തിൽ നയിക്കപ്പെടുന്നതായ വ്യക്തി എന്ത് ചെയ്യുമെന്ന് പിശാചിന് മനസ്സിലാക്കുന്നറിയാമോ? ആ വ്യക്തിയിലുള്ള ജ്വലനം എന്ത് ചെയ്യും? കുറയുവാനിടയിൽ തീരും. ആ കത്തൽ, ആ ബ്ലേസ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇല്ലാതാകുവാനിടയിൽ തീരും. അതാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. അതാ നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാമോ? നമുക്കറിയാമോ? നമ്മൾ വാക്യം പറഞ്ഞു വിടാറുണ്ട്. നമുക്കറിയാമോ പിശാചിൻ്റെ തന്ത്രം എന്താണ്? നാം കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ശോഭിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പോടും പ്രത്യാശയോടും നിൽക്കുമ്പോൾ നമ്മിലുള്ളതായ ആത്മസന്തോഷത്തെ കെടുത്തുവാൻ വേണ്ടി പിശാച് ഒരുപക്ഷെ വ്യക്തികളെ ഉപയോഗിച്ചേക്കാം. അത് അസൂയയുടെ മണ്ഡലത്തിലാണ് ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. പക, വിദ്വേഷം, പിണക്കം, ഇതൊക്കെ എന്ത് ചെയ്യുന്നറിയോ? പിശാച് ആ വ്യക്തികളിൽ കൂടെ നമുക്കെതിരായിട്ട് ശരങ്ങളായിട്ട് എഴുതി വിടും. ഡോണ്ട് വറി. കർത്താവും ക്രൂശിക്കപ്പെടാൻ കാരണമായി തീർന്ന എന്താണെന്ന് അറിയാമോ? അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് വരുമ്പോൾ എന്താ? പക, അസൂയ. അപ്പം ഇതിന്ന് പരക്കെ എന്ത് ചെയ്തിരിക്കുക? എല്ലാ മണ്ഡലങ്ങളിലും, ആത്മീയരിലും ഉണ്ടാകത്തില്ല, ആത്മീയരെന്ന് പറയുന്നവരിലും, വിശ്വാസികളിലും, ശുശ്രൂഷാ മണ്ഡലങ്ങളിലും, എല്ലാ മണ്ഡലങ്ങളിലും ഇതെന്ത് ചെയ്തിരിക്കുക? വ്യാപിച്ചിരിക്കുക. പക്ഷേ ഇത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ പരാജയം. ഇതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മുളയിലെ നമ്മൾ ഉള്ളുന്നുവെങ്കിൽ, അതിനെ ശാസിക്കുന്നുവെങ്കിൽ, ദുഷ്ടപിശാച് നിനക്ക് എന്നിൽ സ്ഥാനമില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വകയാ, ദൈവമാണ് ഈ തീ കത്തിച്ചത്, ഞാൻ ജ്വലിക്കുവാൻ തന്നെയാണ് എന്നെ കർത്താവ് കണ്ടിരിക്കുന്നത് എന്ന കോൺഫിഡൻസോട് അവനോട് നോക്കി പറയുക, സെരുബാബേലേ, നിൻ്റെ മുമ്പിലുള്ളതായ പർവ്വതമേ, നീ ആരാ? നീ സമഭൂമിയായി തീര്. നിനക്കെന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്താൽ നീ വച്ചിരിക്കുന്ന മതിൽ എന്ത് ചെയ്യും? ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് ജയിക്കുവാൻ കഴിയും. നമുക്കിതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിക്കണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത് എന്താണെന്നറിയാമോ? ആത്മനിറവ്. ആത്മനിറവുണ്ടെങ്കിൽ മാത്രമേ, ആത്മനിറവെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു, നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മാവിനോട് കൂടെ ഒരു കപ്പോടെ കൂട്ടിത്തരുന്നതല്ല, അല്ലെങ്കിൽ ഒരു പൗണ്ടോടെ കൂട്ടിത്തരുന്നതല്ല, നമ്മിലുള്ളതിനെ ജ്വലിപ്പിക്കുക, നമ്മിലുള്ളതിന് ചൈതന്യം വരുത്തുക, പുതുജീവൻ വരുത്തുക. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി, പുതുജീവനും ചൈതന്യവും നമ്മിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് അക്യൂസേഷൻ, അസൂയയൊക്കെ പിശാച് വ്യക്തികളിൽ കൂടെ ഉപയോഗിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ റൂട്ടിനെ വെട്ടി ആത്മമണ്ഡലത്തിൽ വെട്ടണം. വ്യക്തികളോട് പകയും വൈരാഗ്യവും വെച്ച് വെട്ടാനല്ല. എഫെസ്യ ലേഖനം
6-ാമത്തെ അധ്യായത്തിൽ ആർമർ ഓഫ് ഗോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ സർവായുധ വർഗം ധരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പിശാച് കൊണ്ടുവരുന്നതായ ഈ തന്ത്രങ്ങളെ, എന്താണെന്നറിയാമോ? വാഴ്ചകളെ, അധികാരങ്ങളെ, അവൻ്റേതായ ആ ആയുധവർഗത്തെ നമ്മൾ മനസ്സിലാക്കി ആ സ്പിരിച്വൽ റലത്തിൽ നിന്നുകൊണ്ട്, ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടണം. എങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളെക്കുറിച്ച് അക്യൂസേഷൻ പറയുന്ന ആളുകൾ പറഞ്ഞോട്ടെ, ദൈവം അവരെ ഏൽപ്പിച്ചേ. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ എന്തോന്ന് പറയുന്നു? അനീതി ചെയ്യുന്നവൻ ഇനി എന്ത് ചെയ്യട്ടെ? അഴുക്കുള്ളവൻ എന്ത് ചെയ്യട്ടെ? വിശുദ്ധൻ എന്ത് ചെയ്യട്ടെ? തന്നെത്താൻ വിശുദ്ധ. കർത്താവ് അനുവദിച്ചിരിക്കുക. ലാസ്റ്റിൽ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പം പറഞ്ഞിരിക്കുക, ചെയ്യട്ടെ, ലെറ്റ് ദം ഡു ദാറ്റ്. അവരെ അതിനായിട്ടാക്കിയിരിക്കുക. പക്ഷെ നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വിശുദ്ധൻ എന്ത് ചെയ്യട്ടെ? തന്നെത്താൻ നമ്മുടെ രക്ഷ പൂർത്തിയാകുവാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. നമ്മുടെ കർത്താവ് വരാറായി. വചനങ്ങളാൽ പരിശുദ്ധാത്മ നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.